ഉപ്പും മുളകും ഫാമിലി വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ടൊളിച്ചോട്ടം നടന്ന വീടാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടൊളിച്ചോട്ടം. മൂത്ത മകൾ ഒളിച്ചോടി, രണ്ടാമത്തെ മകൾ ഒളിച്ചോടി. ടോട്ടലി എന്ന് പറഞ്ഞാൽ ഏകദേശം എന്ന് പറഞ്ഞാൽ ഒരു 25 ലക്ഷം രൂപയെങ്കിലും ആ ഒരു മനുഷ്യന്, അതായത് സ്വന്തം അച്ഛന് ലാഭമാക്കി കൊടുത്ത പെൺമക്കൾ. കാരണം എന്താ വെച്ചാൽ നാട്ടുകാർക്ക് സദ്യ കൊടുക്കേണ്ട, സ്വർണം കൊടുക്കേണ്ട, തുണി വാങ്ങിക്കേണ്ട, വാഹനത്തിൻ്റെ ചിലവില്ല, ഓഡിറ്റോറിയത്തിൻ്റെ ചിലവില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോസ് വിടും. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെല്ലെ മോളെ ഇനി ഇങ്ങോട്ട് വന്നോ, പൊന്നൂസ് വീട്ടിൽ കയറി, അമ്മൂസ് ഇറങ്ങിപ്പോയി, പൊന്നൂസ് അവിടേക്ക് പോയി, പൊന്നൂസ് ഇവിടേക്ക് വന്നു, മിന്നൂസ് അവിടേക്ക് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു സ്ത്രീയും അതുപോലെ അവരുടെ ഭർത്താവും പിന്നെന്ന് പറഞ്ഞാൽ അവരുടെ മക്കളും ഇവരൊക്കെയാണ് അതിൻ്റെ അകത്തെ താരങ്ങൾ. അപ്പോൾ 2 ദിവസം മുമ്പ് ആ സ്ത്രീയുടെ ആരോ മരിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോഴെല്ലാവരും പറയുന്നത് എന്താ വെച്ചാൽ മരണ വീട്ടിലും കച്ചവടം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതൊക്കെ വരുന്നുണ്ട്. അതായത് മരണ വീട്ടിലും അവർ നോക്കിയത് അവരുടെ പ്രൊഡക്റ്റ് ചിലവാക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യയാണ്. മൂത്ത മകളെ പറ്റിയിട്ടാണ് ഈ ആരോപണം വന്നിരിക്കുന്നത്. ഉളുപ്പുണ്ടോ നിങ്ങൾക്ക്? നാണമുണ്ടോ? അത് എനിക്ക് ചോദിക്കാനുള്ളൂ. കാരണം എന്താ വെച്ചാൽ അവരെന്തിനാണ് നിങ്ങൾ അങ്ങനെ പറയുന്നത്? അവർ കച്ചവടമാണ് അവരുടെ ലക്ഷ്യം. പിന്നെ എന്തിനാണ് നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് പോയിട്ട് അയ്യോ കച്ചവടം ചെയ്യുന്നേ, മരണ വീട്ടിൽ കച്ചവടം ചെയ്യുന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നിങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് അല്ല അറിയാതുകൊണ്ടിരിക്കുന്നതാണ്. അവർക്ക് കൃത്യമായിട്ടറിയാം എവിടെ എറിയണം, എങ്ങനെ എറിയണം, എവിടെ എറിഞ്ഞാൽ റീച്ച് കിട്ടും, എവിടെ എറിഞ്ഞാൽ ഇത് കിട്ടുമെന്ന് കൃത്യമായിട്ടറിയാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. അതായത് ആ മൂത്ത പെണ്ണിന് കല്യാണം ആലോചിച്ച ഒരു ചെറുക്കനുണ്ടായിരുന്നു. അവനിങ്ങനെ എന്ന് പറഞ്ഞ ഏതോ ഗൾഫ് രാജ്യത്ത് എവിടെയോ ആണ്. അവനിങ്ങനെ പല സാധനങ്ങളും ഇങ്ങനെ അയച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെ അയച്ചു കൊടുത്ത് ഒരു ദിവസം അവനോട് പറയാം, നിൻ്റെ സാധനം തിരിച്ചു തരാമോനെ, നിനക്കിടെ തരാൻ പെണ്ണില്ലാന്ന്. കാരണം എന്താ പറയുക, ഈ പെണ്ണെന്ന് പറഞ്ഞാൽ അതിന് മുമ്പേ വേറെത്തിനുമായിട്ട് ലൈനാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ കാര്യമാണ്, അവരുടെ ഇതാണ്. പക്ഷെ ഇതൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വിളമ്പുമ്പോൾ ഒരുപാട് പേര് ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇവരുടെ ഫാമിലിനെ പറ്റിയിട്ട് ഇങ്ങനെ ഉറ്റുനോക്കുകയാണ്. അതായത് എന്താണ് ആ ഫാമിലിക്ക് സംഭവിച്ചത്. ഞാൻ പറയും കൃത്യമായിട്ടെന്ന് പറയുന്നത് ഒരു എന്താ പറയേണ്ടത്, ആ തന്തയായാലും തള്ളയായാലും 2 പേർക്കും തന്നെ മക്കളെ വളർത്താനും അറിയില്ല, ഒരു കുന്തോ അറിയില്ല. ഇല്ലെങ്കിൽ അവരങ്ങനെ അഭിനയിക്കുന്നതാണ്. അതായത് മക്കളോട് പറയുകയാണ് നമുക്ക് പൈസയാണ് വലുത്, നമുക്ക് വേറെ ഒന്നും വേണ്ട, എല്ലാത്തിലും നമ്മൾ പൈസ, അതിൽ നമ്മൾ അഭിനയിച്ചോളുക. രാവിലെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് തുടങ്ങണം. അപ്പോൾ ഗ്ലിസറിനായാലും ഉള്ളിയായാലും അവിടുന്ന് കരയണം. നമ്മൾ രാവിലെ പല്ല് തേക്കുമ്പോൾ മുതൽ നമ്മൾ അവിടുന്ന് കരയൽ തുടങ്ങണം. അങ്ങനെ നമ്മൾ ജനങ്ങളെ കയ്യിലെടുക്കണം. അതാണ് വേണ്ടത്. അങ്ങനെയാണ് അവരുടെ ചാനലിൻ്റെ ഒരു പോക്ക്. അതിന് നിങ്ങളിവിടെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കച്ചവടം ചെയ്യുന്നു, മരണ വീട്ടിൽ കച്ചവടം. ഇവർക്കെന്ത് മരണം, ഇവർക്കെന്ത് ഇത്, അവർക്കെന്ന് പറഞ്ഞാൽ ആര് മരിച്ചാലെന്ത്, മരിച്ചില്ലെങ്കിൽ എന്ത്, അവരുടെ ബിസിനസ്സും അവരുടെ വീഡിയോസും ഇങ്ങനെ നടക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ആരും പോയിട്ട് ഇനി അവരൊന്നും പറയണ്ട. എനിക്ക് അവരോട് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഒരു പ്രവാസിയായിരുന്നു. അയാൾക്ക് ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രവാസ ലോകത്ത് പോകാതെ ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടുന്നുണ്ടെങ്കിൽ അയാൾ ഭാഗ്യവാൻ തന്നെയാണ്. അയാൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നല്ലൊരു നടനും കൂടിയാണെന്ന് ഞാൻ പറയുള്ളൂ. അയാളൊരു നല്ലൊരു നടനാണ്. എന്താണെന്ന് വെച്ചാൽ ഇത്രയും മനുഷ്യരെ പറ്റിച്ചില്ലേ. എങ്ങനെ പറ്റിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകൾ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞ് നാട്ടുകാരെ മുഴുവൻ സിമ്പതി നേടിയില്ലേ. അതിനൊരു കഴിവ് വേണ്ടേ? അതാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ആ മനുഷ്യനെന്ന് പറഞ്ഞാൽ 2 പെൺമക്കളെ വിവാഹം നടത്താതെ 25 ലക്ഷം രൂപ, അത് തന്നെ ഒരു ഭാഗ്യമല്ലേ. ഒരാളെ പോലും വിളിക്കേണ്ടി വന്നിട്ടില്ലല്ലോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും അവർക്ക് മകൾ വീട്ടിൽ കയറുന്നുണ്ടെങ്കിൽ മകൾ വലതുകാലെടുത്ത് വെച്ചോ, മകൾ തിരിച്ചു പോയി, അമ്മ കണ്ണുരുട്ടി, മകൾ കയറിയില്ല. ഇതൊക്കെ അവരുടെ തമ്മിലേന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കാണാൻ നല്ലോണം ആൾക്കാരുണ്ട്. അവൻ്റെ വീട്ടിൽ എന്താ നടക്കുന്നത് ഇതൊക്കെ കണ്ട് കമൻറ്റ് ചെയ്താൽ പറ്റും. അയ്യോ പാപം ആ അമ്മ എത്രമാത്രം വിഷമിക്കുന്നുണ്ട്, അയ്യോ പാപം ആ അച്ഛൻ്റെ ആ സ്നേഹം കണ്ടില്ലേ, അയ്യോ പാപം ആ കുട്ടി എന്തുകൊണ്ട് കയറ്റിയിട്ടില്ല, അയ്യോ പാപം ആ കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെ ഇതാക്കിയിട്ടില്ല. കുറേ ആൾക്കാർ വന്ന് കമൻറ്റ് ചെയ്തില്ല. ഇത് കാണുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, എൻ്റെ മോനെ എന്തൊരവസ്ഥയാണിത്. ഈ മനുഷ്യൻ്റെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. കാരണം വെച്ചാൽ ഒരു വീടും 4 യൂട്യൂബ് ചാനലും, എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ സ്ത്രീധനത്തിന് പകരം കൊടുത്തിരിക്കുന്നത് യൂട്യൂബ് ചാനലാണ്. അതായത് മക്കളെ നിങ്ങൾ ഇതിനെക്കൊണ്ട് ജീവിച്ചോളണം എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അവരെ വിമർശിക്കുന്നവരോടാണ്. നിങ്ങൾ ഒരു കാരണവശാലും അവരെ വിമർശിക്കാൻ പാടില്ല. അവർ വേണമെങ്കിൽ കച്ചവടം നടത്തും, അതായത് അവരെവിടെ വേണമെങ്കിലും കച്ചവടം നടത്തും, അത് അവരുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ സെലിബ്രിറ്റികൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവരുടെ ഭാര്യമാരോ മറ്റവരൊക്കെ വരുന്നത് എങ്ങനെയാണ്, അണിഞ്ഞൊരുങ്ങിയിട്ട് തന്നെയാണ്. അവരാദ്യം തന്നെ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടീഷ്യനാണ് തപ്പിപ്പോകുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കരയാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. ഇന്നെന്ന് പറയുന്നത് എല്ലാവരും കരയാനുള്ള സമയം വരെ കുറിച്ച് വെക്കുന്നുണ്ട്. അതായത് 7:30 മണിക്കാണ് ബോഡി എടുക്കുന്നുണ്ടെങ്കിൽ 7:20 മാത്രമേ കരയാതൂ. കാരണം 10 മിനിറ്റ് നേരെ കരയാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ ഒലിച്ചിറങ്ങും. അത് പിന്നീട് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമാകും. അതുകൊണ്ട് തന്നെ മേക്കപ്പ് മാൻമാർ വരെ പറയുന്നുണ്ട്, നിങ്ങൾ കരയല്ലേ, കരയാതെ പിടിച്ചു നിൽക്കണേ.
അതായത് 7:00-7:30 7:20 കരയാൻ തുടങ്ങാതുവേ. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് അമ്മയാണേ, അത് കഴിഞ്ഞിട്ട് മക്കൾ കരയാൻ തുടങ്ങാതു. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇനി അങ്ങോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ കാണാൻ കിടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഫാമിലിയെ വെറുതെ പെടണം. കാരണം എന്താ വെച്ചാൽ അവർ ബിസിനസ്സാണിത്. അവരുടെ ബിസിനസ്സും അവരുടെ നിലനിൽപ്പും അവരുടെ വരുമാനവും എല്ലാം എന്ന് പറയുന്നത് ഈ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അവർ ഇങ്ങനെ എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ കുറേ നാളായിട്ട് അവരെ പറ്റിയിട്ട് വലിയ വിവരമൊന്നുമില്ല. അവർ ഏതെങ്കിലും ഒരു വീഡിയോ ഇടുന്നു, അത് കുറച്ച് ആൾക്കാർ കാണുന്നു, കുറച്ച് ആൾക്കാർ ഇങ്ങനെ പോകുന്നു. ആ ഒരു സമയത്താണ് അവർക്ക് ആ ഒരു വീണ് കിട്ടിയൊരു അവസരം. അതിനവർ വിനിയോഗിച്ചു, അതവർ വിനിയോഗിച്ചു, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെയൊന്നുമില്ല. ഇപ്പോൾ ആ ഒരു എന്താ പറയണ്ടത്, അമ്മ മരിച്ചു എന്ന് കരുതിയിട്ട് അവർക്ക് ചിലപ്പോൾ സങ്കടം ഉണ്ടാവും. അല്ലാതെ എന്ന് പറഞ്ഞാൽ അവർക്ക് പൂട്ടിയിട്ട് പോകാൻ പറ്റുമോ? അതുകൊണ്ട് നിങ്ങളൊരു കാരണവശാലെന്ന് പറയുന്നത് അവരെ വിമർശിക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അതവർ ചെയ്തോട്ടെ, മനസ്സിലാക്കി നിങ്ങൾ. ഇതാണ് ഇന്ന് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ പഠിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടാവും കേട്ടോ. അതായത് ഇവരുടെയൊക്കെ ഇതൊക്കെ കണ്ടിട്ട് എന്നാൽ പിന്നെ നമുക്കൊന്ന് തുടങ്ങാം, നമുക്കൊരു കാര്യം ചെയ്യാം, ഇതുപോലെ ചെയ്യാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാകും. എൻ്റെ പൊന്നു മക്കളെ, നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് സമാധാനമാണ് വലുതെങ്കിൽ നിങ്ങൾ അതൊന്നും അനുകരിക്കാൻ പോകരുത്. അതൊക്കെ എന്ന് പറഞ്ഞൊരു നേരം പോക്കിന് നമുക്കിങ്ങനെ കാണാം. ഈ ഒളിച്ചോട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭാഗ്യമാണ്. അതാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമാണ്. രണ്ട് മക്കളെ ഒരുമിച്ച് ഒളിച്ചോടിപ്പിക്കണമെങ്കിൽ അവർ എത്രമാത്രം ആ ഒരു പ്ലാനിങ് ഉണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ആ പ്ലാനിങ് ആണ്, ആ ഒരു ബുദ്ധി കേന്ദ്രമാണ്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, അച്ഛനും അമ്മയും എന്ന് പറയുന്ന നല്ല ബുദ്ധിയിലവരാണ്. അവരാ മക്കളെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞാൽ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചില്ലേ. അതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എത്രത്തോളം വീഡിയോ അവരിട്ട് റീച്ചാക്കിയിട്ടുണ്ട്, എത്രത്തോളം അവർ ആൾക്കാരെ ചില ആൾക്കാരെയൊക്കെ തെറി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ ആയിരിക്കണം ഒരു ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ഇവർക്കൊന്നും പറഞ്ഞാൽ ആര് മരിച്ചാലോ അല്ലെങ്കിൽ ആര് ജനിച്ചാലോ ഇനി ആർക്കെങ്കിലും അസുഖം വന്നാലൊന്നും അവർക്ക് പ്രശ്നമില്ല മക്കളെ. അവരിത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ പുറകെ പോകാതെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറെ എന്തെങ്കിലും തൊഴിലിന് പോയിക്കൂടെ? അത് എനിക്ക് ചോദിക്കാനുള്ളൂ. ഇന്നലെ മുതൽ എന്ന് പറഞ്ഞാൽ സകല ആൾക്കാരും അവരുടെ പുറകെ അയ്യോ ദേ കിടക്കുന്നു, അയ്യോ ഉപ്പുമുളകും ഫാമിലി ഇങ്ങനെ ചെയ്തു, അയ്യോ ഉപ്പുമുളകും ഫാമിലി ഇങ്ങനെ ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ട്? ചെയ്യട്ടെ കച്ചവടം. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ വരുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ കച്ചവടം കിട്ടൂലേ? അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നമ്മൾ വെറുതെ കയറിയിട്ട് അവരെ വിമർശിക്കേണ്ട. അത് അവർക്കുള്ളൊരു വരുമാനം, അവരുടെ ഒരു എന്താ പറയേണ്ടത്, അവരുടെ ഒരു നിലനിൽപ്പ് അത് തന്നെയാണ്. ഇപ്പോഴും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ കാണാൻ പോകുന്നത് എന്താ? ഇത് തന്നെയാണ്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ അച്ഛനെയും അമ്മയും ചീത്ത പറയലാണ്. ഇപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളെ ഇറക്കി വിടൽ തുടങ്ങി. ഇവരൊക്കെ സമ്പാദിച്ചതെന്ന് പറഞ്ഞാൽ കോടികൾ, കാറുകൾ, ഇതൊക്കെയാണ്. അതായത് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും അവരൊക്കെ സമ്പാദ്യങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മകനെ ഇറക്കി വിട്ടതിന് ശേഷം ആ വീട്ടിൽ എന്ന് പറഞ്ഞാൽ 2 ഇന്നോവ കാറാണ് വന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അത്രത്തോളം വരുമാനമാണ് ഇങ്ങനെ ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിവാദം വന്നാൽ ഈ സാധനം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് കാണും. അതാണ്. അപ്പോൾ ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്ത് വിട്ടുകളാ. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ. ബൈ ബൈ.